എല്ലാവർക്കും എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ അവനവൻ കംഫർട്ടബിൾ ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നതിനും അന്വേഷിക്കുന്നതിനും പകരം അവരായിട്ടൊരു കംഫർട്ടബിൾ സോൺ ഉണ്ടാക്കിയെടുക്കണം. അതായത് എൻ്റെ വീട്, എൻ്റെ റൂം, എൻ്റെ ഫോണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബം, മനസ്സിലായോ? അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം അവർക്കൊരു സുപ്പീരിയോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് അവരെ ഐസൊലേറ്റഡ് ആയിട്ട് നിർത്താൻ സാധിക്കണ ഒരവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ ആ ഒരു നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ആ കംഫർട്ടബിൾ സോണിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതും ഇവരിൽ പ്രോബ്ലംസ് വരുന്നതും, അല്ലെങ്കിൽ ഇവർക്ക് മാനസികമായിട്ട് പല രോഗങ്ങളും അപ്പോഴാണ് ഇവരിൽ പൊന്തി വരുന്നത്. എന്താ സംഭവിക്കണത്? അത് ഇവരുണ്ടാക്കിയെടുത്തൊരു കംഫർട്ട് സോണിലെത്തിയപ്പം പിന്നെ ഇവർക്ക് ഇവരെ ശ്രദ്ധിക്കണം. അതായത് ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ നോക്കുന്നത് എന്താ, ആ കംഫർട്ടബിൾ പൊസിഷനിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അപ്പം ആളൊക്കെ ഒരു കുഴപ്പമില്ല, കാരണം ആള് ഭയങ്കര നിഷ്കളങ്കനാണ്, സിൻസിയറാണ്, എല്ലാമാണ്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഗ്രഡ്ജും അല്ലെങ്കിൽ ആ ഒരു റേജൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവർ സപ്രസ് ചെയ്ത് അവിടെ ആ ഒരു ഫീൽഡിലിരിക്കുമ്പം അവർക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രോപ്പറാണ്. കാരണം എന്താ, അവർക്ക് അവരുടെ തുടരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവരിലുണ്ട്. പക്ഷെ ആക്ച്വലി അവർ കംഫർട്ടബിൾ ആണോ, അല്ലെങ്കിൽ അവരിൽ പീസ് ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പം ഇവർ കംപ്ലീറ്റ് ഇവരെ കയ്യിൽ നിന്ന് പോകും. അപ്പോഴാണ് ഇവർ പോലും അറിയാതെ ഇവരുടെ ശരീരത്തിൽ പല പ്രോബ്ലംസും, അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് പോലും ഇവർക്ക് അറിയില്ല. കാരണം എന്താ, ഈ കംഫർട്ടബിൾ സോൺ ബ്രേക്കായി ഈ ബോഡി ഡിറ്റക്റ്റ് ചെയ്ത്. അപ്പം നമ്മുടെ കംഫർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ പീസാണ് നമ്മുടെ കംഫർട്ട്. അത് നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ആ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ കണക്ട് ചെയ്യുന്നത്, അല്ലാതെ ചുറ്റുപാടുമായിട്ടല്ല. അപ്പോൾ ഈ ശരീരത്തിന് ഈ ഫീൽഡ് എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും ഒരുപോലെ ഈ ശരീരം സിങ്ക്രണൈസ് ചെയ്യാനുള്ള ഒരു വൈബ്രേഷനാണ് നമ്മുടെ ബോഡിക്കുള്ളത്. അല്ലാതെ നമ്മൾ ആരും ഉണ്ടാക്കിയെടുത്തിട്ട് ആ മനസ്സിൻ്റെ വിക്റ്റിമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ കംഫർട്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി സത്യത്തിൽ നമ്പായിക്കൊണ്ടിരിക്കുക, നമ്മൾ മരവിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? കാരണം നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റിയാണ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നത് അവിടെ. മറിച്ച് അപ്പം നമ്മളവിടെ എന്താണ്, നമുക്ക് ചെറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മളോട് ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. ഓൾവേസ് നമുക്ക് ആ സുപ്രീമസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ആക്ച്വലി സംഭവിക്കുന്നത് എന്താ, നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക. കാരണം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലോ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെയല്ല, നമ്മുടെ ശരീരം നമ്മൾക്ക് തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ കാരണമായ ആ ശ്രദ്ധയെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളിലുള്ള പീസ് എന്താ നമ്മൾ അറിയുന്നത്. വളരെ സിമ്പിളാണ്. പക്ഷേ ഈ കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ ദിസ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് ചില ആൾക്കാർക്കൊന്നും ചില വീട്ടിൽ നിന്നോ ചില സ്ഥലത്ത് നിന്നോ മാറാൻ പറ്റാത്തത്. അപ്പോൾ കംഫർട്ടബിൾ സോൺ അല്ല നമ്മുടെ പീസ് എന്ന് പറയുന്നത്. നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ആക്ടിവിറ്റിയുമായിട്ട് നമ്മൾ കണക്റ്റ് ആകുമ്പം ആ കണ്ടിന്യൂറ്റിയാണ് നമ്മളെ ആക്റ്റീവായിട്ട് നിലനിർത്തുന്നത്. ആ ആക്ടിവിറ്റീസാണ് നമ്മുടെ പീസ്.